കല്യാണി പ്രിയദർശൻ്റെ ഗ്രാൻഡ് മദർ, അങ്ങനെയാണ് എൻ്റെ അറിവ്. അവര് ഇവിടെ ഒരു നക്ഷത്ര വേശ്യാലയം നടത്തിയിരുന്നു പനമ്പള്ളി നഗറിൽ. എന്തിനാണ് ഈ മുതുകളവന്മാർക്ക് കടന്നു കൊടുത്തുകൊണ്ടൊരു ചാൻസ്? അപ്പം ഞങ്ങൾ സിനിമ ഇൻഡസ്ട്രിയെ ഒന്ന് വെളുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹിന്ദുസം ഒരു തീവ്രവാദമാണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. സാർ അതിനോട് യോജിക്കുന്നു? തീർച്ചയായിട്ടും. ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്, നീയും ഒരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാണ് ശരി. മതം പേഴ്സണലാണ്, അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന രീതി തെറ്റാണ്. മുസ്ലിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ ഒരു ധാരണ പുറത്ത് ആളുകൾക്ക് കർമ്മ ന്യൂസിനോടുണ്ട്. അപ്പോൾ ഈ ജിഹാദി ഫണ്ടേഴ്സിൻ്റെ അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ പല തീവ്രവാദ സംഘടനകളിലും മറ്റു മതസ്ഥർക്ക് പണം കൊടുത്തുകൊണ്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അന്തർധാരയിൽ ചില പ്രക്രിയകൾ അവർ നടത്തുന്നുണ്ട്. എത്രയോ പെൺകുട്ടികളാണ് കാസ്റ്റിംഗ് കോച്ചിൽപ്പെട്ട് അവരുടെ ആത്മാഭിമാനം പണയം വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും ആവാൻ പറ്റുമെന്ന്. ശോഭനയും മഞ്ജു വാര്യറൊക്കെ ജാതിവാല ഹിന്ദുയിസത്തിൻ്റെ ഒരു വലിയൊരു ഹെഡേക്ക് തന്നെയാണ് അല്ലേ? അതായത് ഹിന്ദു പെൺകുട്ടികളെ ആണെങ്കിലും മതം മാറ്റി മുസ്ലിം ഒരു മതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്ര രൂപ വെച്ച് കിട്ടും, അല്ലെങ്കിൽ കുട്ടികളുണ്ടായാൽ ഇത്ര രൂപ എന്നുള്ള രീതിയിൽ ഒരു ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത്. സരിത എൻ്റെ നല്ലൊരു സുഹൃത്താണ് എന്ന് വിചാരിച്ചിട്ട് അവരെ ഞാൻ പിക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു കോൺട്രവേഴ്ഷ്യൽ മാർക്കറ്റ് ഉണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല. ലവ് ജിഹാദ് ഇസ് എ സില്ലി സ്റ്റഫ്. അതിനെ നമ്മളെല്ലാവരും വിചാരിച്ചാൽ തച്ചുടയ്ക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതൊരു പെർവേർഷൻ ആണ് ചില ആളുകളുടെ. അല്ലാതെ ഒരു ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പ്രൗഡ് ഇന്ത്യൻ മുസ്ലിം ഒരിക്കലും അത് ചെയ്യില്ല.